Hello guys, welcome back to another episode of Minecraft Let's Play series. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് കുറേ ദിവസമായില്ലേ കണ്ടിട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്തൊരു ബിൽഡിന് പിന്നാലെയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ട്രീ ഫാം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോൺമിൽ ഫാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വീറ്റ് ഫാമാണ്. അപ്പം നമ്മൾ അധികം പറഞ്ഞു ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലിട്ട് എടുക്കാം. Hey, what's up guys, it's me Nishan and you're watching Nishan Plays. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനി കൊണ്ട് ടൈം ലാപ്സ് നിങ്ങളെ വെറുപ്പിക്കണില്ല. അപ്പം നമുക്ക് ഫാം ഉണ്ടാക്കണ കാണാം. അപ്പോൾ ഗൈസ് ഇത് നമ്മളൊരു 7 ബ്ലോക്ക് നമ്മളിങ്ങനെ നേരെ വെക്കണം. പിന്നെ ഇതേ സൈഡിലേക്ക് ഒരു 6 ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകം ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗൈസ് ഈ ഫാം ഉണ്ടാക്കാൻ കുറേ സാധനങ്ങൾ ആവശ്യമില്ല, പക്ഷെ കുറച്ച് റെഡ് സ്റ്റോൺ സംഭവങ്ങളുടെ ആവശ്യമുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഞാൻ ഈ ചെയ്യുന്ന പോലെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചെടുക്കുക. അവിടെ ഇങ്ങനെ ചെസ്റ്റ് വെക്കുക. ചെസ്റ്റിലേക്ക് ഒരു 7 ഹോപ്പർ ആ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഗൈസ് ആ ചെസ്റ്റ് ഞാൻ ഫസ്റ്റ് സിംഗിൾ ചെസ്റ്റ് ആണ്, ഡബിൾ ചെസ്റ്റ് ആക്കുക. പിന്നെ ഗൈസ് ഒരു വരി ബ്ലോക്ക് അതിൻ്റെ മുകളിൽ വെക്കുക. ചെസ്റ്റിൻ്റെ മുകളിൽ ഗ്ലാസ് വെക്കുക, അതാകുമ്പോൾ തുറക്കാൻ ഈസി ആവും. പിന്നെ ഗൈസ് ബാക്കിലേക്ക് ഒരു ബ്ലോക്ക് വെച്ചതിന് ശേഷം, ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചതിന് ശേഷം നമ്മൾ മുകളിൽ ഉണ്ടാക്കിയ പോലെ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഡേർട്ട് വെച്ചിട്ട്. പിന്നെ അതേപോലെ ഒന്നുകൂടി ഉണ്ടാക്കുക. ഒരു 7x7 ഡേർട്ടിൻ്റെ ഒരു വലിയൊരു ബോക്സ് സ്ക്വയർ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഗൈസ് നമ്മൾ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ആ ഫാമിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. പിന്നെ ഗൈസ് അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒരു ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ ഫസ്റ്റ് ഇവിടുത്തെ ഒരു ബ്ലോക്ക് പൊട്ടിക്കുക. പിന്നെ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു ബ്ലോക്ക് പൊട്ടിക്കുക. പിന്നെ ആ ലാസ്റ്റത്തെ ബ്ലോക്ക് പൊട്ടിച്ചതിന് ശേഷം അതിലൊക്കെ ഓരോ ഡിസ്പെൻസർ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു റെഡ് സ്റ്റോൺ ടെസ്റ്റ് ഓടിക്കുക എല്ലാത്തിനും മുകളിൽ കൂടെ. പിന്നെ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഓരോന്നിനുള്ളിൽ ഇങ്ങനെ നിറച്ചു കൊടുക്കുക. അല്ല, അതിൻ്റെ ഉള്ളിൽ ഓരോ ബക്കറ്റ് വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഫ്രണ്ടിൽ ഒരു ബട്ടൺ വെച്ച് കൊടുക്കുക. പിന്നെ ഗൈസ് ഞാൻ ഈ ബിൽഡ് ചെയ്യുന്ന പോലെ ഒരു വരി ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൂടെയാണ് നമ്മളെ വെള്ളം ഫ്ലോ ചെയ്യേണ്ടത്. ഗൈസ് നമ്മൾ ഈ ബിൽഡിങ്ങിനൊക്കെ പോലെ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം, അതിൽ നോക്കി ബിൽഡ് ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദിവസമായിട്ട് ഫാമുകൾ ഉണ്ടാക്കി തന്നെയാണ് പണി. നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ ചെയ്ത് കൊടുക്കുക സെയിം ആയിട്ട്. പിന്നെ ഗൈസ് ഞാൻ ഈ പൊട്ടിച്ച ബ്ലോക്കുകൾ പൊട്ടിച്ചിട്ട് അതിൽ ഓരോ വെള്ളം വെച്ചെടുക്കുക. അത് അറ്റത്ത് എത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പിന്നെ ഗൈസ് ആ ബട്ടൺ മാറ്റിയിട്ട് അതിൻ്റെ ലാസ്റ്റിലെ ബ്ലോക്കിലാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു 4 ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിൽ 2 റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കുക. പിന്നെ ഗൈസ് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഈ റെഡ് സ്റ്റോൺ ഞാൻ തന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ടൈം ലാപ്സ് കണ്ടിട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റെയർ പോലെ ബ്ലോക്ക് ഉണ്ടാക്കുക, അതിൽ 2 റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കുക. പിന്നെ അതിൽ ഫുള്ള് റെഡ് സ്റ്റോൺ വെച്ചിട്ട് അങ്ങ് അറ്റം വരെ എത്തിക്കണം. അതിനായിട്ട് ആദ്യം നമ്മളോട് കുഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഇറക്കമുള്ള സ്ഥലത്തായി പോയി, ഒരു ഹൈറ്റ് കൂടിയ സ്ഥലത്ത് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തായി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നിരപ്പായ സ്ഥലത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അതിൽ വിച്ചൊക്കെ മേത്തേക്ക് വന്ന് അടിക്കുന്നുണ്ട്. സ്കെൽറ്റൻ അടിച്ച് കൊന്നു ഗൈസ്. പിന്നീട് ഗൈസ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അവിടെ ടോർച്ച് ഉണ്ടായാലും വെളിച്ചുണ്ടായാലും നമ്മൾ ഷവലൂടി ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ ഗൈസ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ആ റെഡ് സ്റ്റോൺ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും മുഴുവനായിട്ട്.
അത് ഒരു ബ്ലോക്ക് കൂടി അടിയിക്കായിരുന്നു വരേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുക്കണം. പിന്നെ ഗൈസ് പിന്നെ അധികമൊന്നുമില്ല, ഈ ഫാം ഫുൾ ടിൽറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ടൈം ലാപ്സ് ഇല്ലാണ്ടതിൽ 90% ടൈം ലാപ്സ് ആണ്. ഇത് ഫുള്ളൊന്ന് ടിൽറ്റ് ചെയ്തെടുക്കുക, ഈ ഡേർട്ട് ബ്ലോക്ക് ഫുള്ള്. അപ്പോൾ ഗൈസ് നമ്മളിനി വേറെ ഏതെങ്കിലും ഗെയിമുകൾ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളിത് അങ്ങനെ ലാസ്റ്റത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇത് ഞാൻ ചാടുമ്പോഴും ആ ടിൽറ്റായ ബ്ലോക്ക് ഒന്നും കൂടി മാറുകയാണ് ഗൈസ്. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ ഇത് ഗൈസ് ഞാൻ ആ ഡിസ്പെൻസറിൽ നേരത്തെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, തിരിച്ചു വെച്ചു കൊടുത്തു. ഒരു ബ്ലോക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, അതവിടെ വെച്ചു. പിന്നെ ഗൈസ് ഇതിന്റെ മുകളിൽ ഓരോ വരി സ്ലാബ് വെച്ച് കൊടുക്കുക എല്ലാ ബ്ലോക്കിലും. ആ സൈഡിലുള്ള ബ്ലോക്ക് അല്ല, ഈ ഫാമിലുള്ള ബ്ലോക്ക്. പിന്നെ നിങ്ങൾക്ക് റെഡ് സ്റ്റോണിന്റെ മുകളിൽ ഇത് വെക്കാൻ കഴിയില്ല, സ്ലാബ്, അതുകൊണ്ട് അവിടെ വെക്കേണ്ടതില്ല. പിന്നെ ഇത് നമ്മൾ സ്ട്രെയിറ്റ് പോവാ. പിന്നെ ഇത് ഗൈസ് അതിൽ ഫുള്ള് നിങ്ങൾക്ക് വേണ്ട ക്രോപ്പ് നട്ടു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വീറ്റ് നടുന്നുണ്ട്, പിന്നെ ക്യാരറ്റ് നടുന്നുണ്ട്. ബട്ട് ഗൈസ് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ ഇതൊന്ന് ഫ്ലോപ്പ് ആയിരുന്നു. പോരാത്തിന് ഇത് ഫുള്ളായിട്ട് വരുന്നുമില്ല, അങ്ങോട്ട് അറ്റത്തേക്ക് വരുന്നൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഗൈസ് നമ്മൾ ഫുള്ള് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സ്ലാബ് കൂടി വെച്ചു. ആ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഗൈസ് ഇതേ നമ്മളെ സാധനം വരുന്നത് രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഗൈസ് ഇത്രയെങ്കിലും വന്നത്. ഇത് ഫുള്ളായിട്ട് ഇതിൽ വന്ന് ചാടണമൊന്നുമില്ല, അത് കുറച്ചേ ചാടണുള്ളൂ. ഉണ്ടാക്കിയത് കണ്ട് പിന്നെയും പറ്റിച്ചു എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഷുഗർ കെയിൻ ഫാം ഒരു മോയത്ത് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാക്കി, പക്ഷെ വർക്കായില്ല. എന്നിട്ട് ഞാനാണ് ലാസ്റ്റ് ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ച് ഫിക്സ് ചെയ്തത്. ഗൈസ് ഇത് ഏകദേശം മൂഞ്ചിയിട്ടുണ്ട്, എന്നാലും ഒരു പകുതി മുക്കാലൊക്കെ നിങ്ങളെ കയ്യിലേക്ക് കിട്ടും. വെറുതെ എൻ്റെ ആ സ്പേസും സമയവും പോയി. അപ്പോൾ എൻ്റെ വീട് അധികം അങ്ങനെ ആരും ഫുൾ ടൈം കാണാറൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ആർക്കും അറിയൊന്നുണ്ടാവില്ല. അപ്പോഴത്തെ ഗൈസ് അവിടെ ഒരു ഹോൾ ഉണ്ട്, അതുകൊണ്ടാണ് ഒന്നൊരു സംശയമുണ്ട് ഗൈസ്. അതൊന്ന് പൂട്ടി നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് എന്തൊക്കെ കാട്ടിയിട്ടും കാര്യമില്ല, അത് ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.